മിഡിൽ ഈസ്റ്റിൽ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധത്തെക്കാൾ കടുത്ത ഒരു യുദ്ധത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഇസ്രയേൽ പ്രതിപാദിക്കുന്നത്. ഇസ്രയേലിന് മിഡിൽ ഈസ്റ്റിലുള്ള സമാധാനമല്ല, അവരുടെ സെക്യൂരിറ്റി എന്ന പേരിൽ ഓരോ രാഷ്ട്രങ്ങളെയും ഇല്ലായ്മ ചെയ്യുക, ആ രാഷ്ട്രങ്ങൾ വളർന്നു വരുമ്പോഴേക്കും മുനയൊടിക്കുക എന്നതാണ് ഇസ്രയേലിന്റെ നീക്കം. ഇപ്പോൾ ഇസ്രയേലിലെ ഏറ്റവും തീവ്രമായി സംസാരിക്കുന്ന, ഗസയിൽ ആണവായുധം ഉപയോഗിക്കണം എന്നുവരെ പറഞ്ഞ സ്മോട്രിച്ച് ഇപ്പോൾ പുതിയൊരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ മിലിറ്ററി ആക്ഷൻ അടക്കമുള്ള ചില കാര്യങ്ങളെ കുറിച്ച് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കറിയാം ഇപ്പോഴത്തെ ഭീഷണി അതൊരു യാഥാർത്ഥ്യമാണ്. തുർക്കിയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. തുർക്കി എന്ന് പറയുന്നത് ഞങ്ങൾക്കെതിരെ ഇപ്പോൾ വലിയ രൂപത്തിലുള്ള ഭീഷണി ഉയർത്തുകയാണ്. ഈ ഭീഷണി യാഥാർത്ഥ്യമാണ് എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഇറാനെ ഞങ്ങൾക്കെതിരെ ഭീഷണി ഉയർത്താൻ അനുവദിക്കാത്ത പോലെ തുർക്കിയെയും അനുവദിക്കുകയില്ല എന്ന രീതിയിലാണ് സ്മോട്രിച്ച് ഇപ്പോൾ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. ഇതിനെതിരെ ഞങ്ങൾ ഇറാനിൽ ഏതൊരു നീക്കമാണോ നടത്തുന്നത് അതുപോലെ തുർക്കിയിലും ഇടപെടും എന്നതാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ മന്ത്രി സ്മോട്രിച്ച് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം നിരന്തരമായി ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്താറുണ്ട്. നമുക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ ഓരോ ആഴ്ചകളിലും ഓരോ ദിവസങ്ങളിലും ഉർദുഗാനും അതുപോലെ തന്നെ ഇസ്രയേൽ പ്രധാനമന്ത്രിയും തമ്മിൽ വലിയ വാഗ്വാദങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെ കുട്ടികളെ കൊല്ലുന്ന ക്രിമിനലാണ് ഇസ്രയേൽ എന്നും അതുപോലെ സയൻസിസ്റ്റുകളെന്നും ഇപ്പോൾ തുർക്കി ഓരോ ദിവസവും ഉർദുഗാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇറാനെ പോലെ ആയിരിക്കുകയില്ല, തുർക്കിക്കെതിരെ നീക്കം നടത്തിയാൽ അത് ഗുരുതരമായിരിക്കും, ഇസ്രയേലിന്റെ അന്ത്യം കുറിക്കുമെന്നെല്ലാമാണ് തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് ഉർദുഗാൻ പറഞ്ഞിരിക്കുന്നത്. അതേസമയം അമേരിക്കയുടെ മുന്നിൽ തന്നെ ഇസ്രയേൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഇറാനേക്കാൾ വലിയ ഭീഷണിയാണ് ഈ തുർക്കി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. തുർക്കിയുടെ ടെക്നോളജിയിലുള്ള അതിശക്തമായ മുന്നേറ്റം, അവരുടെ ഡ്രോൺ സംവിധാനങ്ങൾ, അവരുടെ യുദ്ധവിമാനങ്ങൾ, ലോകത്തെ ആദ്യത്തെ പൈലറ്റ് ഇല്ലാത്ത ഒരു ഫൈറ്റർ ജെറ്റ് വരെ വികസിപ്പിക്കാൻ തുർക്കിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തുർക്കി വലിയ ഭീഷണിയാണ് ഇസ്രയേലിന് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭീഷണിയെ ഇസ്രയേൽ യാഥാർത്ഥ്യമായി കാണുന്നു, അതിനെ ഇല്ലായ്മ ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും. അതല്ല, ഈ ഒരു നീക്കം നടത്തിയില്ല എങ്കിൽ ഭാവിയിൽ ഇസ്രയേലിന് തുർക്കി ഒരു ഭാരമായി മാറുമെന്നാണ് ഇസ്രയേൽ കണക്കുകൂട്ടുന്നത്. ഇനി ഒരു യുദ്ധം ഇസ്രയേൽ തുർക്കിയുമായി ആരംഭിക്കുകയാണോ എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം.